Hello friends, welcome to my English classroom. In this class, we are going to discuss about morphemes. മോർഫീമുകളെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാംഗ്വേജിലെ ഏറ്റവും ചെറിയ ഗ്രാമാറ്റിക്കൽ യൂണിറ്റുകളിൽ ഒന്നാണ് മോർഫീമുകൾ. ഒരു വാക്കിൻ്റെ ചെറുരൂപങ്ങൾ എന്ന് പറയാം. എന്താണ് മോർഫീമുകളെന്നും അവ ഏതെല്ലാം തരത്തിലുണ്ടെന്നും അതിൻ്റെ ഉദാഹരണങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ക്ലാസ് റൂം. മോർഫീംസ്. എ മോർഫീം ഈസ് ദ സ്മോളസ്റ്റ് ഐഡൻറ്റിഫയബിൾ ഗ്രാമാറ്റിക്കൽ യൂണിറ്റ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ മോർഫീം ഈസ് ദ സ്മോളസ്റ്റ് ഐഡൻറ്റിഫയബിൾ ഗ്രാമാറ്റിക്കൽ യൂണിറ്റ്. ഒരു മോർഫീം എന്നാൽ ഈസ് ദ സ്മോളസ്റ്റ്, ഏറ്റവും ചെറിയ, ഐഡൻറ്റിഫയബിൾ, നമുക്ക് തിരിച്ചറിയാനാകുന്ന ഗ്രാമാറ്റിക്കൽ യൂണിറ്റാണ്, ഗ്രാമറിൻ്റെ ഭാഗമാണ്. അതായത് ഒരു വാക്കിലെ ഏറ്റവും ചെറിയ രൂപം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അക്കോർഡിംഗ് ടു ഹോക്കറ്റ് എന്ന ലിംഗ്വിസ്റ്റ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: മോർഫീംസ് ആർ ദ സ്മോളസ്റ്റ് ഇൻഡിവിജ്വലി മീനിങ്ഫുൾ എലമെൻറ്റ്സ് ഇൻ ദ അട്രൻസ് ഓഫ് എ ലാംഗ്വേജ്. ഒരു ഭാഷയുടെ ഉച്ചാരണത്തിലെ സ്മോളസ്റ്റ് ഇൻഡിവിജ്വലി മീനിങ്ഫുൾ യൂണിറ്റ്സ്, ഏറ്റവും ചെറിയ അർത്ഥമുള്ള വാക്കുകളെ അല്ലെ അർത്ഥമുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ മോർഫീംസ് എന്ന് പറയുന്നത്. മോർഫീംസ് ആർ ദ സ്മോളസ്റ്റ് ഇൻഡിവിജ്വലി മീനിങ്ഫുൾ, ഏറ്റവും ചെറിയ ഒറ്റയ്ക്ക് നിൽക്കുന്ന മീനിങ്ഫുൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഇൻ ദ അട്രൻസ് ഓഫ് എ ലാംഗ്വേജ്, ഭാഷയുടെ ഉച്ചാരണത്തിൽ. If the phoneme denotes the unit of sound in a word, the morpheme denotes the unit of its structure. If the phoneme denotes the unit of sound, ഫോണീമുകൾ ഏറ്റവും ചെറിയ ശബ്ദത്തെയാണ്, വാക്കിലെ ഏറ്റവും ചെറിയ ശബ്ദത്തെയാണ് കാണിക്കുന്നതെങ്കിൽ, അല്ലേ, നമ്മളത് ആൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇഫ് ദ phoneme denotes the unit of sound in a word, ഒരു വാക്കിലെ ഏറ്റവും ചെറു ശബ്ദങ്ങളെയാണ് ഫോണീം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ the morpheme denotes the unit of its structure. അതിൻ്റെ സ്ട്രക്ചറിനെയാണ് ഇവിടെ മോർഫീം എന്ന് വിളിക്കുന്നത്. അതായത് ഒരു വാക്കിലെ ഏറ്റവും ചെറിയ തിരിച്ചറിയാനാവുന്ന ഭാഗത്തെ നമുക്ക് മോർഫീം എന്ന് വിളിക്കാം. Earlier, words were thought of as the smallest grammatical units. പണ്ട് കാലങ്ങളിൽ, ആദ്യകാലങ്ങളിൽ വിചാരിച്ചിരുന്നത് ഏറ്റവും ചെറിയ ഗ്രാമാറ്റിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് വേർഡ്സ് ആണ്, വാക്കുകളാണ് എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് അത് മനസ്സിലാവുകയാണ് അതല്ല ശരിയെന്നുള്ളത്. ബട്ട് വേർഡ്സ് ഇൻ ഫാക്ട് ആർ നോട്ട് ദ സ്മാളസ്റ്റ് ഗ്രാമാറ്റിക്കൽ യൂണിറ്റ്സ്. പക്ഷേ പിന്നീട് മനസ്സിലാവുകയാണ് ഓരോ വാക്കുകളെയും നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, സബ് ഡിവൈഡ് ചെയ്യാം, പിന്നെയും ചെറുതാക്കി മാറ്റാമെന്നും മോർഫീമുകളാക്കാമെന്നും തിരിച്ചറിഞ്ഞതോടെ ഏറ്റവും ചെറുരൂപങ്ങൾ വാക്കുകളല്ല, വേർഡ്സ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, the word unpredictable is a combination of 3 smaller pieces. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്താണ് മോർഫീമുകൾ എന്നുള്ളതിന് ഉദാഹരണ സഹിതം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നോക്കാം. The word unpredictable, നമുക്കൊരു ഉദാഹരണത്തിനൊരു വാക്കെടുക്കാം. അൺപ്രെഡിക്റ്റബിൾ എന്ന് പറയുന്ന ഈ വാക്ക്, ഇതൊരു വേർഡാണ് അല്ലേ. ഈ വേർഡിൽ എന്തുണ്ട്, വളരെ ചെറിയ 3 smaller pieces. നമുക്ക് ഈ വാക്കിനെ 3 ഭാഗങ്ങളാക്കി തിരിക്കാൻ പറ്റും. predict ആൻഡ് ഏബിൾ, 3 വാക്കുകളായിട്ട് അല്ലേ. അൺ എന്നുള്ള പ്രിഫിക്സ്, പ്രെഡിക്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ്, ഏബിൾ എന്ന് പറയുന്ന ഒരു സഫിക്സ്. ഈച്ച് ഓഫ് ദീസ് 3 ഈസ് എ മോർഫീം ഓഫ് ഇംഗ്ലീഷ് വിച്ച് ക്യാൻ നോട്ട് ബി ബ്രോക്കൺ ഡൗൺ എനി ഫർദർ ഇൻ ഗ്രാമാറ്റിക്കൽ ടേംസ്. വ്യക്തമായിട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈച്ച് ഓഫ് ദീസ് 3 ഈസ് എ മോർഫീം. അൺപ്രെഡിക്റ്റബിൾ എന്ന വാക്കിലെ അൺ, പ്രെഡിക്റ്റ്, ഏബിൾ എന്നീ പറയുന്ന 3 കഷ്ണങ്ങളും എന്താണ്, 3 മോർഫീമുകളാണ്. ഒരു വാക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ് ഡിവൈഡ് ചെയ്യുന്നു. മാത്രമല്ല വിച്ച് കനോട്ട് ബി ബ്രോക്കൺ ഡൗൺ എനി ഫർദർ, ഇനി നമുക്കതിനെ ചെറുതാക്കാൻ കഴിയില്ല. അർത്ഥവത്തായ രീതിയിൽ ഇനി നമുക്കതിനെ ചെറുതാക്കാൻ കഴിയില്ല. ഇനി ചെറുതാക്കി കഴിഞ്ഞാൽ അത് ഫോണീമുകളായി, ശബ്ദങ്ങളായി മാറിപ്പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ചെറിയ ഒരു വാക്കിൻ്റെ ഭാഗത്തിനെ ഇത്തരത്തിൽ മോർഫീം എന്നുള്ളത് കൃത്യമായിട്ട് വിളിക്കാം. ആൾ ഓഫ് ദം ആർ മിനിമൽ യൂണിറ്റ്സ്. വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, ഇവരെല്ലാവരും മിനിമൽ യൂണിറ്റുകളാണ്, ഏറ്റവും ചെറു രൂപങ്ങളാണ്
അല്ലേ? ഇതിനെ നമുക്ക് ഇനിയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശബ്ദങ്ങളായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറു രൂപങ്ങളാണ് മിനിമൽ യൂണിറ്റുകളാണ്. All these morphemes are used to build other English words. നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇത്തരത്തിലുള്ള പ്രിഫിക്സുകളും സഫിക്സുകളും മറ്റ് ഇംഗ്ലീഷ് വാക്കുകളിലും ധാരാളമായി വരുന്നതാണ്. പ്രത്യേകിച്ച് അൺ എന്നുള്ളത്, ഏബിൾ എന്നുള്ളതൊക്കെ പ്രിഫിക്സും സഫിക്സുമായി മറ്റ് ഇംഗ്ലീഷ് വാക്കുകളിൽ ഒരുപാട് വരുന്നതാണ്. The prefix un occurs in combination with a large number of other morphemes as in undesirable, unsatisfied, unhappy and unpleasant. അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ആദ്യം പറഞ്ഞ അൺപ്രെഡിക്റ്റബിൾ എന്ന വാക്കിലെ അൺ എന്ന മോർഫീം നമുക്ക് മറ്റു വാക്കുകളിലും ഉപയോഗിച്ചുകൊണ്ട് പുതിയ വാക്കുകൾ ഇംഗ്ലീഷിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരുപാട് വാക്കുകളുണ്ട്. അൺ എന്ന മോർഫീം ഉപയോഗിച്ച മറ്റു വാക്കുകളാണ് അൺഡിസൈറബിൾ, അൺസാറ്റിസ്ഫൈഡ്, അൺഹാപ്പി ആൻഡ് അൺപ്ലസൻറ്റ് തുടങ്ങിയ വാക്കുകൾ. Similarly, suffix able occurs in bound form as in readable, eatable and reliable. പിന്നെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ഏബിൾ എന്നതാണ്. നമ്മൾ ഏബിൾ എന്ന സഫിക്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു വാക്കുകളുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇഷ്ടം പോലെ വാക്കുകൾ ഇംഗ്ലീഷിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകൾ? റീഡബിൾ, ഈറ്റബിൾ, റിലയബിൾ എന്ന വാക്കിലേക്ക് ഏബിൾ എന്ന് പറയുന്ന അവസാനത്തെ മോർഫീം കണക്ട് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം ബൗണ്ട് ചെയ്ത് കണക്റ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൃത്യമായി രണ്ട് രീതിയിലുള്ള മോർഫീമുകളുണ്ട് എന്നുള്ളതാണ്. ആ രണ്ട് രീതിയിലുള്ള മോർഫീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മോർഫീംസ് ആർ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ്. വ്യത്യസ്തമായിട്ടുള്ള മോർഫീമുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടെണ്ണമാണ്. ഫ്രീ ആൻഡ് ബൗണ്ട്. രണ്ട് രീതിയിൽ നോക്കാം. പ്രെഡിക്റ്റ് ഈസ് എ ഫ്രീ മോർഫീം ആസ് വെൽ ആസ് എ ലെക്സിക്കൽ മോർഫീം. ഇനി നമുക്ക് ഇത് ഉദാഹരണ സഹിതം തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അൺപ്രെഡിക്റ്റബിൾ എന്ന് പറയുന്ന ആ വാക്കിൽ പ്രെഡിക്റ്റ് എന്ന വാക്ക്, അവിടെ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ഏബിൾ എന്നുള്ളതെന്ന് പറഞ്ഞു, രണ്ടും എന്താണ് കൂടെ ചേർത്ത് മറ്റൊരുപാട് വാക്കുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ആ പ്രിഫിക്സും സഫിക്സുമാണ്. എന്നാൽ ആ പ്രിഫിക്സും സഫിക്സും ചേർത്തിരിക്കുന്നത് പ്രെഡിക്റ്റ് എന്ന് പറയുന്ന ഒരു വാക്കിലേക്കാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ആ പ്രെഡിക്റ്റ് എന്ന് പറഞ്ഞ വാക്ക് ഒരു ഫ്രീ മോർഫീമാണ് ആസ് വെൽ ആസ് എ ലെക്സിക്കൽ മോർഫീം. അതിനെ നമുക്ക് ലെക്സിക്കൽ മോർഫീം എന്നും വിളിക്കാം. ഫ്രീ മോർഫീം എന്ന് വിളിക്കാം, ലെക്സിക്കൽ മോർഫീം എന്ന് വിളിക്കാം. എന്തുകൊണ്ട്? ഇറ്റ് ഈസ് കാൾഡ് ഫ്രീ ബിക്കോസ് ഇറ്റ് ക്യാൻ സ്റ്റാൻഡ് അലോൺ. അതിന് ഫ്രീ എന്ന് വിളിക്കാനുള്ള കാരണം അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രെഡിക്റ്റ് എന്ന വാക്ക് ഇംഗ്ലീഷിലുണ്ട്. എന്നാൽ അൺ എന്നോ ഏബിൾ എന്ന വാക്കുണ്ടെങ്കിലും കൃത്യമായിട്ട് ഒരു സഫിക്സ് ആയിട്ട് മറ്റൊരുപാട് വാക്കുകളുടെ കൂടെ വരുന്നതാണ്, അല്ലേ? പക്ഷെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ് അൺ എന്ന പ്രയോഗം. അൺ എന്ന് പറയുന്ന ഒരു മോർഫീം എന്തില്ല, പിന്നീട് ഒരുപാട് വാക്കുകളുടെ കൂടെ ചേരുന്നുണ്ട്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നല്ല. എന്നാൽ കൃത്യമായി അറിയാം പ്രെഡിക്റ്റ് എന്ന് പറയുന്ന വാക്ക് കൃത്യമായി ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്, ഫ്രീ ആണ്. ബിക്കോസ് ഇറ്റ് ക്യാൻ സ്റ്റാൻഡ് അലോൺ. ഇറ്റ് ഈസ് കാൾഡ് എ ലെക്സിക്കൽ മോർഫീം ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് എ ഡിക്ഷണറി മീനിങ്. പിന്നീട് നമ്മൾ പറഞ്ഞതാണ് ഇതിനെ നമുക്ക് ലെക്സിക്കൽ മോർഫീം എന്ന് വിളിക്കാം. പ്രെഡിക്റ്റ് എന്ന് പറയുന്ന ഈ വാക്കിനെ ലെക്സിക്കൽ മോർഫീം എന്നും വിളിക്കാം. എന്തുകൊണ്ട്? ഇറ്റ് ഈസ് കാൾഡ് എ ലെക്സിക്കൽ മോർഫീം ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് എ ഡിക്ഷണറി മീനിങ്. കൃത്യമായ ഡിക്ഷണറി മീനിങ് ഈ വാക്കുകൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇറ്റ് ഹാസ് എ കണ്ടൻറ്റ് ആൻഡ് വി ക്യാൻ ഗീവ് എ ഡെഫിനിഷൻ ഫോർ ഇറ്റ്. കൃത്യമായൊരു കണ്ടൻറ്റ് ഉണ്ട്, അല്ലേ? ഇറ്റ്സ് ഒരു കണ്ടൻറ്റ് വേർഡ്, കണ്ടൻറ്റ് വാക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡെഫിനിഷൻ നമുക്കതിന് നൽകാൻ പറ്റും. എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പറയാൻ സാധിക്കും എന്നർത്ഥം. അപ്പോൾ ഇത്തരത്തിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്ന, കൃത്യമായി ഒറ്റയ്ക്ക് നിൽക്കുന്ന മോർഫീമുകളുടെ കൂട്ടത്തിൽ ഒരു മോർഫീം ആവാം, അല്ലെങ്കിൽ അതിൽ കൂടുതലാവാം. അത്തരത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന മോർഫീമിൻ്റെ ഭാഗത്തെ ഫ്രീ മോർഫീം എന്ന് വിളിക്കും. ഈ ഫ്രീ മോർഫീമുകൾ ഒട്ടുമിക്ക കേസിലും ലെക്സിക്കൽ മോർഫീമായിരിക്കും, കൃത്യമായ അർത്ഥമുള്ളവയുമായിരിക്കും. എന്നാൽ ബട്ട് ദ അൺ ഓഫ് അൺപ്രെഡിക്റ്റബിൾ ക്യാൻ നോട്ട് സ്റ്റാൻഡ് അലോൺ ആൻഡ് സോ കാൾഡ് എ ബൗണ്ട് മോർഫീം. ഇനി അതേ വാക്ക് തന്നെ നമുക്കെടുക്കാം, അൺപ്രെഡിക്റ്റബിൾ. അതിലെ അൺ എന്ന് പറയുന്ന മോർഫീം കനോട്ട് സ്റ്റാൻഡ് അലോൺ. നമുക്കറിയാം ഒറ്റയ്ക്ക് അൺ എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷിലില്ല. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് അൺ എന്നുള്ള മോർഫീം എന്താണ്? കാൾഡ് ആസ് എ ബൗണ്ട് മോർഫീം. മറ്റൊന്നിനെ ചേർന്ന് മാത്രം നിൽക്കാൻ കഴിയുന്ന മോർഫീമുകളെയാണ് ബൗണ്ട് മോർഫീം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ആസ് എ ഗ്രമാറ്റിക്കൽ മോർഫീം. ഇതിന് നമുക്ക് എന്തും വിളിക്കാം? ഗ്രമാറ്റിക്കൽ മോർഫീം എന്നും വിളിക്കാം. വിച്ച് പെർഫോംസ് എ ഗ്രമാറ്റിക്കൽ ഫങ്ഷൻ.
അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇത്തരത്തിൽ അൺ, ഡിസ് എന്നൊക്കെ പറയുന്ന തുടക്കത്തിൽ വരുന്ന ഇത്തരത്തിലുള്ള പ്രിഫിക്സുകളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷനാണ്, ഗ്രാമർ ഫംഗ്ഷനാണ്, അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഈ വാക്കിനെ നെഗറ്റീവ് അർത്ഥമാക്കുക, പോസിറ്റീവ് അർത്ഥമാക്കുക എന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമർ ഫംഗ്ഷനാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത് എന്നതുകൊണ്ട് ഇവരെ നമുക്ക് ഗ്രാമാറ്റിക്കൽ മോർഫീം എന്നും വിളിക്കാം. പ്രധാനമായിട്ടും ബൗണ്ട് മോർഫീം എന്നാണ് വിളിക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കാത്ത മറ്റൊരു ഫ്രീ മോർഫീമിൻ്റെ കൂടെ മാത്രം നിൽക്കുന്നവരെയാണ് ബൗണ്ട് മോർഫീം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഗ്രാമാറ്റിക്കൽ മോർഫീം അസൽ. വ്യക്തമായിട്ട് ഇതിനെ നമുക്കൊരു ഗ്രാമാറ്റിക്കൽ മോർഫീം എന്നും വിളിക്കാം. അപ്പോൾ വ്യക്തമായി രണ്ട് രീതിയിലാണുള്ളത്, ഫ്രീ മോർഫീമുകളും ബൗണ്ട് മോർഫീമുകളും. ഒറ്റയ്ക്ക് നിൽക്കുന്ന വാക്കിൻ്റെ ഭാഗത്തെ ഫ്രീ എന്നും, അതുപോലെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാത്ത മറ്റൊന്നിൻ്റെ കൂടെ ചേർന്ന് മാത്രം നിൽക്കുന്നവരെ ബൗണ്ട് മോർഫീം എന്നും പറയും. അതുപോലെ അർത്ഥത്തിലുള്ളതിനെ ലെക്സിക്കൽ എന്നും, കൃത്യമായി അർത്ഥമില്ലാത്ത ഗ്രാമർ ഫംഗ്ഷൻ നിർവഹിക്കുന്നതിനെ ഗ്രാമാറ്റിക്കൽ മോർഫീം എന്നും പറയും. ഇനി നമുക്ക് അല്ലോമോർഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം. Allomorphs. A single morpheme need not always have a single constant form, meaning or function. ഒരു സിംഗിൾ മോർഫീമിന്, നമ്മളിപ്പോൾ പഠിച്ച പോലുള്ള ഒരു വാക്കിലെ ഒരു ഭാഗത്തിന്, ഒരു സിംഗിളായിട്ടുള്ള മോർഫീമിന് നീഡ് നോട്ട് ആൾവേസ് ഹാവ് എ സിംഗിൾ കോൺസ്റ്റൻറ്റ് ഫോം. എല്ലായ്പ്പോഴും ഒരേ രീതിയാണ് ഉപയോഗിക്കുക. എല്ലാ വാക്കിൻ്റെ കൂടെ വരുമ്പോഴും ഒരേ ഫോമാണ് എന്ന് വിചാരിക്കരുത്. മീനിങ് ഒരേ മീനിങ് ആവണമെന്നൊന്നുമില്ല. ചില ആൾക്കാരുടെ കൂടെ വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മീനിങ് ഉള്ള പ്രിഫിക്സുകളും സഫിക്സുകളൊക്കെ ഉണ്ട്. ഓർ ഫങ്ഷൻ, അതിൻ്റെ ഫംഗ്ഷൻ എന്ത് ലക്ഷ്യത്തിലാണ്, ഒരു ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് ഗ്രാമർ ഫംഗ്ഷനാണ് എന്നുള്ളതിലും വ്യത്യാസപ്പെട്ടിരിക്കാം. അതായത് ഫോമും മീനിങ്ങും ഫംഗ്ഷനുമൊക്കെ ഒരേ മോർഫീമിൻ്റെ തന്നെ മാറി മാറി വ്യത്യസ്ത വാക്കുകളിൽ വരാം എന്നർത്ഥം. ഒരു ഉദാഹരണം നോക്കാം. ദ നെഗറ്റീവ് പ്രിഫിക്സ് ഇൻ takes different manifestation as in insincere, impossible and illegal. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രം മനസ്സിലാവുന്ന ഒരു മോർഫീമാണത്. ദ നെഗറ്റീവ് പ്രിഫിക്സ് ഇൻ, നെഗറ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിഫിക്സ് ആണ് ഇൻ. ഇൻ എന്ന് പറയുന്നത് ഒരു വാക്കിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു മോർഫീമാണ് ഇൻ എന്നുള്ളത്. ടേക്സ് ഡിഫറെൻറ്റ് മാനിഫെസ്റ്റേഷൻസ്, അതിന് വ്യത്യസ്തമായ രൂപങ്ങളാണുള്ളത്. ഏതിൽ? ഇൻസിൻസിയർ എന്ന വാക്കിലും ഇൻ എന്ന നെഗറ്റീവ് പ്രിഫിക്സ് ആണ്. ഇംപോസിബിൾ എന്ന വാക്കിലും ഇൻ എന്ന നെഗറ്റീവ് പ്രിഫിക്സ് ആണ്. ഇല്ലീഗൽ എന്ന വാക്കിലും ഇൻ എന്ന നെഗറ്റീവ് പ്രിഫിക്സ് ആണ്. പക്ഷേ 3 വാക്കുകളിലും വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങളോടെയാണ് ഇത് കൂടി ചേർക്കുന്നത് അല്ലേ? ഇൻസിൻസിയർ എന്ന് പറയുന്ന ഇൻ, എന്നാൽ ഇംപോസിബിൾ എത്തുമ്പോൾ ആയി മാറുന്നു, ഇല്ലീഗൽ എത്തുമ്പോൾ ഇല്ലായി മാറുന്നു. പിന്നീട് വരുന്ന ശബ്ദത്തിനനുസരിച്ചാണ് ഇൻ എന്ന് പറയുന്ന ഈ പ്രിഫിക്സിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നത്, ഫോമിൽ മാറ്റം വരുന്നത് അല്ലേ? ഇംപോസിബിൾ, പോസിബിൾ എന്ന വാക്കിൻ്റെ കൂടെ ചേരുമ്പോൾ ഇൻ എന്നുള്ളത് ആയി മാറുന്നു. ലീഗൽ എന്ന വാക്കിൻ്റെ കൂടെ ചേരുമ്പോൾ ഇൽ എന്നായി മാറുന്നു. ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ്, വ്യത്യസ്തമായിട്ടുള്ള രീതികൾ ഒരേ മോർഫീമിന് തന്നെ ഉണ്ടാവുന്നുണ്ട്. അതിനെയാണ് അല്ലോമോർഫ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഉദാഹരണം കൂടെ നോക്കാം. സിമിലർലി ദ പ്ലൂരൽ മോർഫീം ടേക്സ് ഡിഫറെൻറ്റ് മാനിഫെസ്റ്റേഷൻസ് ആസ് ഇൻ ഡോഗ്സ്, കാറ്റ്സ്, റോസസ്. ഇവിടെ വ്യക്തമായി ഈ വാക്കുകളുടെയൊക്കെ ഉച്ചാരണം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. സിമിലർലി, അതുപോലെ തന്നെ ദ പ്ലൂരൽ മോർഫീം, നമ്മൾ പ്ലൂരലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എസ് എന്ന് പറയുന്ന പ്രയോഗം അല്ലേ, പ്ലൂരൽ ഫോം ബഹുവചനമാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മോർഫീം ടേക്സ് ഡിഫറെൻറ്റ് മാനിഫെസ്റ്റേഷൻസ്, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഫോമുകളുള്ളത്. ഏതിൽ? ഡോഗ്സ്, കാറ്റ്സ് ആൻഡ് റോസസ്. ഈ 3 വാക്കുകളും പ്രൊനൗൺസ് ചെയ്യുന്നത് ഒന്ന് ഡോഗ്സ് സ് എന്ന ശബ്ദമാണ്, കാറ്റ് എന്ന ശബ്ദമാണ്, ആൻഡ് റോസസ് എന്നാണ് അതിൻ്റെ ഉച്ചാരണം വരുന്നത്. ദേ ആർ മാനിഫെസ്റ്റഡ് ആസ് സ് ആൻഡ് ഈസ് ഫോണമിക്കലി. ഇത് കൃത്യമായി ഫോണമിക്കലി പറയുന്നത് എങ്ങനെയാണ്? ആദ്യം ഡോഗ്സ് എന്ന ശബ്ദവും കാറ്റ് എന്ന ശബ്ദവും റോസിസ് എന്ന് പറയുന്നതാണ് ഫോണറ്റിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ. അതായത് അവസാനം ഒരു എസ് ചേർക്കുന്നിടത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഫോമുകളാണ് ഈ മോർഫീമുകൾക്ക് വരുന്നത്. സച്ച് വേരിയൻ്റ് ഫോംസ് ആർ നോൺ ആസ് അല്ലോമോർഫ്സ്. ഇത്തരത്തിൽ ഒരു മോർഫീമിന് തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത രീതികൾ, ഫോം, മീനിങ്, ഫങ്ഷന് ഉള്ളതിനെയാണ് അല്ലോമോർഫ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഇൻ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നു.
സ് എന്ന് പറയുന്ന നമ്മൾ പ്ലൂരൽ ഫോം ഉപയോഗിക്കുന്ന എസ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നു. ഒരേ മോർഫീമിന് തന്നെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ഫോമുകൾ ഉള്ളതിനെയാണ് അല്ലോമോർഫ്സ് എന്ന് പറയുന്നത്. A word may have one or more than one morpheme in it. നമ്മൾ ആൾറെഡി പഠിച്ചതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒരു വാക്കിൽ മേ ഹാവ് വൺ, ചിലപ്പോൾ ഒരു മോർഫീമേ ഉണ്ടാവുള്ളൂ, ഓർ മോർ ദാൻ വൺ മോർഫീം, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ മോർഫീമുകൾ ഉണ്ടായേക്കാം. ഫോർ എക്സാമ്പിൾ, ദ വേർഡ് ഡോഗ് ഹാസ് വൺ മോർഫീം. നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഡോഗ് എന്ന് പറയുന്ന ഒരു വാക്കിൽ ഒറ്റ മോർഫീമേ ഉള്ളൂ അല്ലേ, ഡോഗ്. അതിന് കൂടെ ഒന്നും ചേർത്തിട്ടില്ല, അതിന് നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഡോഗ് എന്നുള്ളത് ഒരു മോർഫീം തന്നെയാണ് എന്ന് നമുക്ക് പറയാം. ഒരു വേർഡാണ്, ഒരു മോർഫീമാണ്. ഓൺലി വേറാസ് എന്നാൽ കൃത്യമായി ഒറ്റ ഒന്നേ ഡോഗിലുള്ളെങ്കിലും വേറാസ് അതേസമയം തന്നെ ദ വേർഡ് ഡിസ്ഇൻറ്ററസ്റ്റഡ് എന്ന് പറയുന്ന ഒരു വാക്കിൽ 3 ഹാസ് 3 മോർഫീംസ് ഇൻ ഇറ്റ്. വ്യക്തമായിട്ട് നമുക്കറിയാം 3 മോർഫീമുകൾ അതിനകത്തുണ്ട്. ഡിസ് പ്ലസ് ഇൻറ്ററസ്റ്റ് പ്ലസ് ED, ഡിസ്ഇൻറ്ററസ്റ്റഡ്. 3 മോർഫീമുകൾ ഉള്ളതായിട്ട് വ്യക്തമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ വാക്കുകളിൽ ഒന്നാവാം, ഒന്നിൽ അധികമാവാം, ഒരുപാട് മോർഫീമുകളുള്ള വലിയ വാക്കുകളും ഉണ്ടാവാം. ഇത്തരത്തിൽ വാക്കുകളെ നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഭാഗങ്ങളെയാണ് മോർഫീംസ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. മോർഫീമുകളെക്കുറിച്ചുള്ള ഈ ഒരു ഭാഗം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. മറ്റു ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.